മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 123ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 11 മുതൽ 14 വരെ, റോമർ 6-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാവരും ഓൾറെഡി പോർഷൻസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, തീക്കുഴി അല്ലെങ്കിൽ ചൂള എന്നർത്ഥം വരുന്ന രണ്ടക്ഷര പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. തീക്കുഴി അല്ലെങ്കിൽ ചൂള എന്നർത്ഥം വരുന്ന രണ്ടക്ഷര പദം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യഹോവ ആരുടെ സങ്കേതമാകുന്നു? യഹോവ ആരുടെ സങ്കേതമാകുന്നു? മൂന്നാമത്തെ ചോദ്യം, ബൈബിളിലെ ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ മറുപേരും പാഠഭാഗത്തുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ബൈബിളിലെ ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ മറുപേരും പാഠഭാഗത്തുണ്ട്. എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, യഹോവയുടെ മുഖത്തെ ദർശിക്കുന്നത് ആര്? യഹോവയുടെ മുഖത്തെ ദർശിക്കുന്നത് ആര്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യേശുക്രിസ്തുവിൽ നിത്യജീവൻ എന്താണ്? യേശുക്രിസ്തുവിൽ നിത്യജീവൻ എന്താണ്? അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതും ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം അയക്കേണ്ടതെന്ന് അറിയാലോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും വിത്ത് റെഫറൻസ് ആണ് അയക്കേണ്ടത്. ശരി ഉത്തരം നാളെ രാവിലെ റിവീൽ ചെയ്യുന്നതാണ്. അപ്പം നാളെ രാവിലെ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.